ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. നല്ല ടേസ്റ്റോട് കൂടി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി 5 തക്കാളി, കറിവേപ്പില, വലിയുള്ളി വലുതൊന്ന് ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക് 3 വെളുത്തുള്ളി 1 ഫുള്ള്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി, അതുപോലെ തന്നെ കടുക്, ഉലുവ, ഇത്രയും ഐറ്റമാണ്. ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി വെട്ടിവെച്ച ഒരു വലിയുള്ളി ചേർക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉള്ളി നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി വെട്ടിവെച്ച തക്കാളി ചേർക്കുക. വെളുത്തുള്ളി, കടുക്, തക്കാളി എന്നിവ നല്ലപോലെ മിക്സ് ചെയ്യുക. തക്കാളി വേകുന്നതിനായി കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുക. തുറന്നതിന് ശേഷം കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. क्या बोलेगा? ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക.
ഇത് നിങ്ങൾക്ക് ചപ്പാത്തി, പത്തിരി, അതുപോലെ തന്നെ ചോറ് ഇതിലേക്ക് നല്ലൊരു അടിപൊളി ഡിഷാണ്. ഇത് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ബൈ.